പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ആയിരത്തി 1955 സ്ഥാപിച്ച ഒരു വെറ്റിനറി കോളേജാണ് സംസ്ഥാനത്തെ ആദ്യത്തെ വെറ്റിനറി കോളേജ്. ആദ്യമായി ഇവിടെ BVSc ആൻഡ് AH ഡിഗ്രി 4 വർഷത്തെ കോഴ്സായി. അതിനുശേഷം പല കാലഘട്ടങ്ങളിലായിട്ട് 4.5 വർഷം, ഇപ്പോൾ 5.5 വർഷത്തെ ഒരു കോഴ്സാണ് BVSc ആൻഡ് AH കോഴ്സ്. ഈ കാലയളവിലൊക്കെ ഞാൻ ഈ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. വെറ്റിനറി ബിരുദധാരിക്ക് അവരുടെ അവസരങ്ങൾ വളരെ കൂടുതലാണ്. ഒരു വെറ്റിനറി ഡോക്ടർ എന്നതിലുപരി അവർക്ക് ബാങ്കില്, സിവിൽ സർവീസസില്, പട്ടാളത്തിൽ, ആർമിയില്, അതുപോലെ തന്നെ മറ്റ് രാജ്യത്ത് അകത്തും പുറത്തുമുള്ള ഗവേഷണ സ്ഥാപനങ്ങളിലെ ജോലിക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 70ന്റെ നിറവിൽ നിൽക്കുന്ന ഈ സ്ഥാപനത്തിന് ഈ രംഗത്ത് നൽകാൻ സാധിച്ചിട്ടുള്ള സംഭാവനകൾ അമൂല്യമാണ്. മണ്ണുത്തിയിൽ വെറ്ററിനറി കോളേജ് പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ അതുവരെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗമായിരുന്ന മണ്ണുത്തിയിലെ തൃശൂർ ജില്ലാ ലൈഫ് സ്റ്റോക്ക് ഫാം, സർക്കാർ കോഴി വളർത്തൽ കേന്ദ്രം, ആട് വളർത്തൽ കേന്ദ്രം എന്നിവ വെറ്ററിനറി കോളേജിന്റെ ഭാഗമാക്കി. 1961-62 കാലത്താണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലെ പന്നി വളർത്തൽ കേന്ദ്രവും തുമ്പൂർമൊഴിയിലെ കാറ്റൽ ബ്രീഡിംഗ് ഫാമും തിരുവിഴാംകുന്നിലെ ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷനും കോളേജിന്റെ കീഴിലാക്കുന്നത്. അതോടെ വെറ്റിനറി പഠനത്തിൻ്റെ ഭാഗമായ എല്ലാ ട്രെയിനിങ് സൗകര്യവുമുള്ള ആദ്യത്തെ കോളേജായി മണ്ണുത്തി ക്യാമ്പസ് മാറി. പെറ്റ് അനിമൽ പ്രാക്ടീസിലും ലാർജ് അനിമൽ പ്രാക്ടീസിലും പ്രാഗൽഭ്യം നേടുന്നതിനോടൊപ്പം വിവിധ തരം ഫാം മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന പ്രായോഗിക അറിവും ഇപ്പോൾ കുട്ടികൾ ഇവിടുത്തെ പഠനത്തോടൊപ്പം നേടുന്നുണ്ട്. ഡയറി ഫാമിൽ 80-ലധികം കറവ പശുക്കളും 100ഓളം കിടാരികളും അവയുടെ കന്നുകുട്ടികളും ഇവിടെ നല്ല നിലയിൽ പരിപാലിക്കപ്പെടുന്നു. ഹോൾസ്റ്റെയിൻ, ജേഴ്സി, സങ്കര ഇനങ്ങളാണ് അധികവും. 12 മുതൽ 15 ലിറ്ററാണ് ഇവയുടെ ശരാശരി പാലുൽപാദനം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ നേരെ ഡയറി പ്ലാന്റിലെത്തിച്ച് പാസ്ചറൈസേഷന് ശേഷം ശീതീകരിച്ച് പാക്കറ്റിലാക്കി സെയിൽസ് കൗണ്ടർ മുഖേന വിൽപ്പന നടത്തുകയാണ് പതിവ്. കറവ യന്ത്രം ഉപയോഗിച്ചാണ് കറവ. രാവിലെ 5-നും വൈകിട്ട് 2-നും പശുക്കളെ അതിനായിട്ടുള്ള മിൽക്കിംഗ് പാർലറിൽ എത്തിക്കും. ശരാശരി 8 മിനിറ്റ് കൊണ്ട് 8 പശുക്കളെ വീതം ഒരേ സമയം കറന്നെടുക്കുന്നതാണ് ഇവിടുത്തെ രീതി. പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ലും കാലിത്തീറ്റ ഉൽപ്പാദനത്തിനുള്ള ഫീഡ് ടെക്നോളജി യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കറന്നെടുത്ത പാൽ നേരെ ചില്ലിംഗ് കേന്ദ്രത്തിലേക്ക്, ഫാമിനോട് ചേർന്നാണ് ഡയറി ടെക്നോളജി യൂണിറ്റ്. വംശനാശത്തിന്റെ വക്കോളമെത്തിയ കേരളത്തിന്റെ തനത് ജനുസാണ് വെച്ചൂർ പശു. അവയുടെ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പ്രത്യേക ഫാം തന്നെ ഇവിടെ ഉണ്ട്. 130 വെച്ചൂർ പശുക്കൾക്ക് പുറമെ 30ഓളം കാസർഗോഡ് കുള്ളൻ ഇനങ്ങളും അവയുടെ കുട്ടികളും ഇവിടെ ശാസ്ത്രീയമായി പരിപാലിക്കപ്പെടുന്നു. വെച്ചൂർ പെരുമ ലോക ശ്രദ്ധയിലെത്തിച്ച വെച്ചൂർ പ്രോജക്ട് മുൻ മേധാവി ഡോക്ടർ ശോശാമ്മ ഐപ്പിനെ രാഷ്ട്രം പത്മശ്രീ നൽകിയാണ് ആദരിച്ചത്. മലബാറി, അട്ടപ്പാടി ഇനം ആടുകളാണ് പ്രധാനമായും വെറ്ററിനറി കോളേജിലെ ആട് വളർത്തൽ കേന്ദ്രത്തിൽ പരിപാലിക്കപ്പെടുന്നത്. 350 ആടുകളും അവയുടെ 500-ലധികം കുട്ടികളും ഇവിടെ ശാസ്ത്രീയമായി പരിപാലിക്കപ്പെടുന്നു. ഇവിടെയും കറവ യന്ത്രസഹായത്താലാണ്. ശരാശരി 1 മുതൽ 1.5 ലിറ്റർ പാൽ ഓരോ ആടിൽ നിന്നും കറന്നെടുക്കാറുണ്ട്. ആട്ടിൻപാൽ വിൽപ്പനയുമുണ്ട്. ലാർജ് വൈറ്റ് യോർക്ക്ഷയർ, ഡ്യൂറക് എന്നീ വിദേശ ഇനം പന്നികൾക്കൊപ്പം അങ്കമാലി എന്ന സങ്കര ഇനം പന്നികളും ഇവിടെ ശാസ്ത്രീയമായി പരിപാലിക്കപ്പെടുന്നു. കുട്ടികളടക്കം ഏകദേശം 1000-ലധികം പന്നികളാണ് ഇപ്പോൾ ഈ ഫാമിലുള്ളത്. ശരാശരി 100 കിലോ തൂക്കം വരുന്ന പന്നികളെയാണ് അറവിനായി വിൽക്കാറുള്ളത്. കോളേജിലെ കോഴി ഫാമിൽ 5000-ഓളം കോഴികളും താറാവുകളും പരിപാലിക്കപ്പെടുന്നു. വൈറ്റ് ലഗോൺ, ഗ്രാമശ്രീ, ഗിരിരാജ, റോഡ് ഐലൻഡ് റെഡ് എന്നീ മുട്ടക്കോഴികളാണ് അധികവും. മുട്ടക്കോഴിക്ക് പുറമെ അസിൽ, കോർണിഷ്, നേക്കഡ് നെക്ക് തുടങ്ങിയ വിവിധ ഇനത്തിൽപ്പെട്ട അലങ്കാര കോഴികളും കാടയും ഗിനിക്കോഴിയും താറാവും ഇവിടെ പരിപാലിക്കപ്പെടുന്നു. 1988-ൽ ശ്രീ ടി മാധവ് മേനോൻ വൈസ് ചാൻസലറായിരുന്ന കാലത്താണ് വെറ്ററിനറി കോളേജിലെ NCC യൂണിറ്റിലെ വിദ്യാർത്ഥികൾക്ക് കുതിരസവാരി അഭ്യസിക്കാനായി 13 കുതിരകളെ മീററ്റിൽ നിന്ന് തീവണ്ടിയിലെ പ്രത്യേകം ബോഗിയിൽ തൃശ്ശൂരിലെത്തിച്ചത്. These are the horses which we have. We have got 13 horses, both Ride A and Ride B. Ride A horses are more than 14.2 hands and Ride B are lesser to that.
And these horses we use for giving equestrian training to the NCC cadets. And this place is used to teach the NCC cadets various aspects of equine management, shoeing and saddle fitting also. പെൺകുട്ടികളടക്കം മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അശ്വാഭ്യാസ പ്രകടനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വെറ്ററിനറി വിദ്യാർത്ഥികൾക്ക് പുറമെ തൃശൂർ വിമല കോളേജിലെയും ഫോറസ്ട്രി കോളേജിലെയും മറ്റും വിദ്യാർത്ഥിനികൾ NCC കേഡറ്റുകളായി ഇവിടെ കുതിരസവാരി അഭ്യസിക്കുന്നുണ്ട്. മയക്കുവെടി വിദഗ്ധനും മുൻ ഡീനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ സാർ അനാട്ടമി വകുപ്പ് തലവനായിരുന്ന കാലത്താണ് അനാട്ടമി മ്യൂസിയം ഇവിടെ രൂപം കൊണ്ടത്. കൊച്ചി രാജാവിൻ്റെ ഗോപാലൻ എന്ന ആനയുടെ അസ്ഥികൂടത്തിൽ 1985 ചെരിഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ബാലാജി എന്ന കൊമ്പനാനയുടെ തലയോട്ടി അടുപ്പിച്ചാണ് മ്യൂസിയത്തിലെ ആനയുടെ അസ്ഥിപഞ്ജരം കൈമൾ സാർ ഈ നിലയിൽ രൂപപ്പെടുത്തിയെടുത്തത്. ഫൈബർ ഗ്ലാസിൽ തീർത്തതാണ് കൊമ്പുകൾ. ഇന്ത്യയിൽ മറ്റൊരു വെറ്ററിനറി കോളേജിലും ആനയുടെ പൂർണ്ണകായ അസ്ഥികൂടം ഇല്ല. അനാട്ടമി മ്യൂസിയത്തിൽ സിംഹത്തിൻ്റെതടക്കം ഏതാണ്ട് എല്ലാ ഇനം മൃഗങ്ങളുടെയും അസ്ഥികൂടങ്ങളുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ അനാട്ടമി മ്യൂസിയം കാണാൻ സന്ദർശകർ എത്താറുണ്ട്. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ ദേശീയ അന്തർദേശീയ സെമിനാറുകൾക്ക് എത്തുന്നവരും ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഈ അനാട്ടമി മ്യൂസിയം കാണാനാണ്. ആകാശഗംഗ സൂര്യപഥത്തെ ഖണ്ഡിക്കുന്ന അപൂർവ സ്ഥാനത്താണ് മണ്ണുത്തി വെറ്ററിനറി കോളേജിന്റെ ആരൂഢം. ഇരുൾ പരക്കുന്നതോടെ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് മിന്നാമിനുങ്ങൾ പെയ്തിറങ്ങും. അതോടെ പകലന്തിയോളം സൂര്യ തേജസ് ആടിത്തിമിർത്ത ഇവിടുത്തെ മരത്തണലുകളും ഹരിത കമ്പളം വിരിച്ച പുൽമേടുകളും മിന്നാമിനുങ്ങിന്റെ നാട്ടു വെളിച്ചത്തിലേക്ക് പകർന്നാടി മറയുന്നതും ഇവിടുത്തെ മറ്റൊരു അത്ഭുത കാഴ്ചയാണ്.